മൂന്നാമത്തെ ചോദ്യത്തിനകത്താണെങ്കിൽ അത് വളരെ തമാശയുള്ളൊരു ചോദ്യമാണ്. ഒരുപാട് ഡിബേറ്റുകൾ നടന്നൊരു ചോദ്യമാണ്. ഈ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ് ലോസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലേ. എന്താണ്, ഇവിടെ ഒരു പ്രഷർ വോളിയം റിലേഷൻഷിപ്പ് കൊടുത്തിട്ടുണ്ട്. ആ പ്രഷർ വോളിയം റിലേഷൻഷിപ്പിനകത്ത് എന്താണ് താഴെ തന്നിരിക്കുന്നതിന്റെ കൃത്യമായ ഓർഡർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്ന 4ാമത്തെ ചാപ്റ്റർ എടുക്കുമ്പോൾ നമ്മുടെ ആദ്യം പഠിക്കുന്നത് ഗ്യാസസിനെ കുറിച്ചാണ്. അത് കഴിഞ്ഞ് ജനറൽ ഗ്യാസ് ലോസ് പഠിക്കും, അല്ല ഗ്യാസിനെ കുറിച്ചുള്ള ജനറൽ ടേംസ് പഠിക്കും. വോളിയം, പ്രഷർ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ, ഇതെല്ലാം പഠിക്കും. ദെൻ ഗ്യാസ് ലോ പഠിക്കും. അതിൽ ആദ്യത്തെയാണ് റിലേഷൻ ബിറ്റ്വീൻ പ്രഷർ ആൻഡ് വോളിയം, പ്രഷർ വോളിയം റിലേഷൻഷിപ്പ്. ആ പ്രഷർ വോളിയം റിലേഷൻഷിപ്പില് ഇതേ കണക്ക് തന്നെ ഒരു ടേബിൾ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ടേബിൾ 4.4 എന്ന് പറഞ്ഞൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിനകത്ത് പ്രഷറും കൊടുത്തിട്ടുണ്ട്, വോളിയം കൊടുത്തിട്ടുണ്ട്. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള വാല്യൂ കണ്ടുപിടിക്കാൻ. അപ്പം 2 ഗുണം 2 into 10 20, 4 into 5 20, 10 into 20 കണ്ടോ, എല്ലാം അവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 എന്ന് കിട്ടും. അതിൽ നിന്നാണ് നമ്മൾ ബോയ്സ് ലായിലേക്ക് വരുന്നത്. വി പ്രൊപ്പോർഷണൽ ടു 1/p എന്നും വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു 1/p എന്നും, അല്ലെങ്കിൽ പി വി ഈസ് എ കോൺസ്റ്റന്റ് എന്നുള്ള സാധനം പഠിക്കുന്നത്. ഇതാണ് ബോയ്സ് ലായുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, നേരത്തെ ഞാൻ നിങ്ങളെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഈ ബേസിക് ലെവൽ സംഭവം. CP1 ആശയ വ്യക്തത, ആ സാധനം നമ്മുടെ ഉണ്ടാവണം. പി വി ഈസ് എ കോൺസ്റ്റന്റ്. ഇനി ഇതിനെയാണ് നിങ്ങളുടെ പ്രായോഗിക ശേഷിയിലേക്ക് കൊണ്ടുവന്നിട്ട് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരണം. ആ പ്രായോഗിക ശേഷിയിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇതിനകത്ത് എവിടെയാണ് പി വി കോൺസ്റ്റന്റ് ആയിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കണം. അപ്പം 8 ഗുണം 2 നേരെ ഗുണിച്ചു നോക്കിയാൽ 8 16, വേറെ എങ്ങനെ 16 വരുന്നില്ല. 4 ഗുണം 3 12 വരുന്നുള്ളൂ, 2 ഗുണം 6 12 വരുന്നുള്ളൂ. അപ്പൊ 8 ഗുണം 6 ആയാൽ 48 ആവും, അതും പറ്റത്തില്ല. 8 ഗുണം 3 ആയാൽ 24 ആവും. 8 ഗുണം 3 24, ഒരു വാല്യൂ കിട്ടി. ഇനി ഒരു പ്രത്യേകത കിട്ടി, അത് നോക്കേ. ഈ ചോദ്യത്തിനകത്ത് നിങ്ങൾക്ക് ഒന്നാമത്തെ ആ എക്സ് എന്ന് പറയുന്ന 8 അറ്റ്മോസ്ഫിയർ, അതിന്റെ ഉത്തരം 3 എന്ന് പറഞ്ഞ 3 ലിറ്റർ 6 ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന ചോയ്സിലേക്ക് നോക്കുക. അവിടെയാണ് നിങ്ങൾ അടുത്ത ലെവലിലേക്ക് പോകുന്നത്. അതായത് നിങ്ങളുടെ പ്രായോഗികശേഷിയും കഴിഞ്ഞ് നിങ്ങൾ CP4 അനലിറ്റിക്കൽ തിങ്കിങ്ങിലേക്ക് പോകും. ആ അനലിറ്റിക്കൽ തിങ്കിങ്ങിലേക്ക് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ ആ അനാലിസിസ് ഉപയോഗിച്ചാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. XYZും ABCD എന്നുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ PQRS എന്നുള്ള ഓപ്ഷനകത്തുനിന്ന് എക്സിന് പറ്റിയത് 6 എന്നുള്ള ഓപ്ഷനാണ്. അപ്പൊ XR ഓപ്ഷനുള്ള ഏതെന്ന് നോക്കണം. അവിടെ നോക്കേ, എക്സിന്റെ നേരെ 6 വരുന്ന ഓപ്ഷൻ ഡി ഓപ്ഷൻ, ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ആ ഡി ഓപ്ഷൻ മാത്രമേ എക്സിനകത്തുള്ളൂ. അപ്പം ഇതിനകത്ത് പല ടീച്ചേഴ്സും ഒരുപാട് പറഞ്ഞു, ഇത് ഭയങ്കര പാടുള്ള ചോദ്യമാണ്, നമുക്ക് കുട്ടികൾക്കൊന്നും മനസ്സിലാകാത്ത ചോദ്യമാണെന്ന് പറഞ്ഞു. ശരിയാണ്. പക്ഷെ ഇതെന്താണ് ബേസിക് ഐഡിയ, അതായത് ബോയ്സ് ലായുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, പ്രഷർ ഇൻറ്റു വോളിയം ഈസ് എ കോൺസ്റ്റന്റ് എന്നറിയാമെങ്കിൽ, ഇവിടെ 8ന്റെ കൂടെ എത്ര ഗുണിക്കുമ്പോഴാണ് ഒരു വാല്യൂ, ഒരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടുന്നത്. അപ്പൊ അത് ലോജിക്ക് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. ആ ലോജിക്ക് വെച്ച് കണ്ടുപിടിച്ചിട്ട് ഈ താഴത്തെ ചോയ്സിനകത്ത് അത് അപ്ലൈ ചെയ്യണം. ഇവിടെ ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 1 മാർക്കാണ്. അപ്പൊ പലരും ചോദിക്കും, സാറേ ഇത്രയും ചെയ്തിട്ട് 1 മാർക്ക് കിട്ടുന്നതിന്റെ കാര്യം എന്താണ്? അതിനുള്ള കാരണം, ഇതിനകത്ത് നിങ്ങളൊരു ഒറ്റ ഓപ്ഷൻ ചെയ്താൽ മതി. എക്സിന്റെ വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി. എക്സിന്റെ വാല്യൂ XR എന്ന് കിട്ടിയാൽ നിങ്ങൾ അടുത്ത ഓപ്ഷൻ നോക്കും, YS എന്ന് കിട്ടും. Y നോക്കിയാൽ 2 ഗുണം 12 24. അവിടെ Q ZQ എന്ന് കിട്ടും. Z ഏതാണ് 4, Q എത്രയാണ് 6, 6 ഗുണം 4 24. നിങ്ങൾക്ക് അത് തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ റീചെക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു എലിമിനേഷൻ മെത്തേഡിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് മെത്തേഡാണത്. എലിമിനേഷൻ മെത്തേഡ് എന്ന് നമുക്ക് അറിയാവുന്നതൊക്കെ കണ്ടെത്തി മാറ്റുക. ഇതങ്ങനെയല്ല. ഇത് ഏതെങ്കിലും ഒരെണ്ണം കണ്ടെത്തിയിട്ട് ബാക്കിയുള്ളത് കണ്ടെത്തുന്ന ഒരു മെത്തേഡാണ് ഇത്. ഇങ്ങനത്തെ മെത്തേഡ് നമുക്ക് ഈ എ പാർട്ട് ചോദ്യങ്ങളുടെ ചോയ്സുകൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ഇതിന്റെ ബേസിക് ഐഡിയ ആയ PV = a കോൺസ്റ്റന്റ് എന്നുള്ള ബേസിക് കോൺസെപ്റ്റ് മനസ്സിലാവണം. അതിനെ ഇവിടെ അപ്ലൈ ചെയ്യാൻ മനസ്സിലാവണം. അപ്ലൈ ചെയ്ത് ഈ ടേബിളിൽ നിന്ന് കൃത്യമായി അത് കണ്ടെത്താൻ മനസ്സിലാവണം. അതിനെ ലോജിക്കലായിട്ട് താഴത്തെ ഈ ചോയ്സിൽ നിന്ന് കണ്ടെത്താൻ എളുപ്പം വേണം.
അതിനുള്ള ഒരു ക്ലൂ ആണ് ഞാൻ പറഞ്ഞത്. ഒരൊറ്റ ഒരെണ്ണം ഇങ്ങനെ ആയിരിക്കും മിക്കവാറുള്ള ചോദ്യങ്ങളിലൊക്കെ വരുന്നത്. ഒരു മാർക്കിന്റെ ചോദ്യത്തിന് നിങ്ങൾ ഒരെണ്ണം മാത്രം കണ്ടുപിടിച്ചാൽ മതിയാകും എന്നുള്ളതാണ്. അങ്ങനെയാണ് ചോദ്യകർത്താക്കൾ സാധാരണയായിട്ട് ചെയ്യുന്നത്.